അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് ഒരു ഓണം സെലിബ്രേഷൻ്റെ ഒരു പോസ്റ്ററിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കേട്ടോ. അപ്പോൾ ഇപ്പോഴും 2025 ഇപ്പോഴും ഒരുപാട് പേര് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പറയുന്നത് ആ ഒരു കഴിഞ്ഞ പോലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സെയിം അതേ ആ ഒരു പാറ്റേണിലുള്ള തന്നെ ഇപ്പോഴും ഒരുപാട് അക്കൗണ്ടുകളായി അപ്ലോഡ് ചെയ്യുന്നത് ഓണം സെലിബ്രേഷൻ്റെ പോസ്റ്ററിൻ്റെ ട്യൂട്ടോറിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് സെയിം തന്നെ എപ്പോഴും ഒരു അപ്ഡേറ്റഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണം സെലിബ്രേഷൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പോസ്റ്ററാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ പടം ഇറങ്ങിയത് കൂലി എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൂലി എന്നുള്ള ഒരു മൂവി പോസ്റ്ററിൻ്റെ രീതിക്ക് നമ്മൾ ഒരു ഓണത്തിൻ്റെ ഒരു പോസ്റ്ററിനെ നമ്മൾ മേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഫുള്ള് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് പറയുന്നത് ChatGPT വെച്ചിട്ടാണ്. പിന്നെ ലാസ്റ്റ് നമ്മളൊന്ന് അറേഞ്ചിങ്ങും ടെക്സ്റ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത് ഒന്ന് പിക്സാർട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്പിൽ വെച്ചിട്ട് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ചെറിയ പരിപാടിയേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക, സാധനം ഒന്ന് യുണീക്കും ആയിരിക്കും. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ഒരു പോസ്റ്റർ മേക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഓൾറെഡി ChatGPT നിങ്ങൾക്കറിയാം പ്രീമിയം എടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് പോവും. പക്ഷേ നമുക്ക് ChatGPTയിൽ ഒരു ദിവസം കുറച്ച് ക്രെഡിറ്റ് നമുക്ക് കിട്ടും. നമുക്ക് ഒരു 5-8 തവണ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഉപയോഗിച്ചിട്ട് സാധനം അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ചെയ്തത് എന്തൊക്കെയാണെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ പ്രോംപ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ChatGPTയിൽ ഫസ്റ്റ് ഞാൻ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൂലി എന്നുള്ളതാണല്ലോ ഒരു മൂവിത്തെ ഒരു മെയിൻ പോസ്റ്ററിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് കൂലി എന്ന് വന്നിട്ടുള്ളത്. ഒരു സാധാ ഒരു ചില്ലർ പൈസ പോലത്തെ ഒരു സംഭവം അതിലിങ്ങനെ അതേ ആകൃതിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഈ ഒരു എഴുത്തില്ലാതെ ഇതേപോലത്തെ ഈ ഒരു സംഭവം ChatGPTനോട് അയച്ച് തരുമോ ചോദിച്ചപ്പോൾ അത് ചെറിയൊരു എന്താ പറയുക കണ്ടൻറ്റിൻ്റെ ഇത് കാരണം തരില്ല എന്നാണ് ChatGPT പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഏകദേശം അതേ ഒരു സാദൃശ്യ രൂപത്തിലേക്ക് കിട്ടുന്ന രീതിക്ക് ഞാൻ ChatGPTനോട് ചോദിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാ കണ്ടോ, ഇത് ആദ്യം ഞാനൊരു ഇത് ഇപ്പോൾ ഈ അടിയിൽ ഈ ഒരു ഒറിജിനൽ ലോഗോൻ്റെ അടിയിൽ ഞാൻ ചെറിയൊരു ടെക്സ്റ്റ് എഴുതി അയച്ചിട്ടുണ്ടോ. ഇതൊരു പ്രോംപ്റ്റാണ്. ആ പ്രോംപ്റ്റിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് വിത്ത് എഴുതിയിട്ട് ഞാനവിടെ എഴുതിയ കാണാം നിങ്ങൾക്ക് മൂഡ് ഓണം എന്നുള്ളത്. ഞാൻ മലയാളം ഇതിൽ മൂഡ് ഓണം എന്ന് എഴുതിയപ്പോൾ എനിക്ക് ഈ ഒരു രൂപത്തിലാണ് ChatGPT സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. കറക്റ്റ് നമുക്കൊരു മൂഡ് ഓണം എന്നുള്ളതിൽ നമുക്കത് വന്നില്ല, മലയാളം ആയതുകൊണ്ടാണ് തോന്നുന്നു. എന്നിട്ട് പിന്നെ ഞാനത് ഇതാ ഇങ്ങനെ ഈ ഒരു മൂഡ് ഓണം എന്നുള്ളത് ഞാൻ ഇംഗ്ലീഷിലാക്കിയിട്ട് അയച്ചപ്പോൾ കറക്റ്റായിട്ട് മൂഡ് ഓണം എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ നെയിം നിങ്ങൾ ഇതേപോലെ ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ആ ഒരു കോയിൻ്റെ ടൈപ്പിൽ നിങ്ങൾക്ക് ഇതേപോലെ ടെക്സ്റ്റ് ചെയ്തിട്ട് ChatGPT അയച്ചു തരും. അപ്പോൾ ഇനി നിങ്ങൾ ഒന്നും കൂടിയും നിങ്ങൾക്ക് അടിപൊളിയാക്കിയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇത് തന്നെ നിങ്ങളൊന്ന് ഈ ഒരു മൂഡ് ഓണം എന്നുള്ളത് ഹീൽ ചെയ്ത് കളഞ്ഞാൽ മതി. ഹീൽ ചെയ്ത് കളയാൻ ഒരുപാട് ടൂൾസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹീൽ ചെയ്തിട്ടില്ല ഇമേജ് ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു മൂഡ് ഓണം എന്നുള്ള ഈ ഒരു സെയിം സാധനം തന്നെ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോണത് റീന, ഇനി ഇതിലേക്ക് നമ്മളാ ഒരു അതിൻ്റെ ഒരു പോസ്റ്റർ കണ്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ടൈപ്പാണ് അതിൻ്റെ ഒരു പോസ്റ്റർ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം ആ ഒരു ടൈപ്പിലേക്ക് ഒരു മാവേലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അതേ രൂപത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതേപോലെ ഞാൻ ChatGPT വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ 2-3 അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് ലോഗൗട്ടൊക്കെ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഇത്രക്കും സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ChatGPTയുടെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇമെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ 2-3 ഇമെയിലൊക്കെ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം ഞാൻ ആദ്യം ChatGPTനോട് എനിക്കൊരു പ്രോംപ്റ്റ് വേണമെന്നാണ് ആദ്യം ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ എനിക്കറിയുന്ന രീതിക്കുള്ള ഒരു ഇംഗ്ലീഷ് അതിൽ തട്ടി കൂട്ടിയിട്ട് ഞാനിങ്ങനെ ഒരു 2 ഇമേജ് അയക്കും. അതിലൊരു ഇമേജ് റെഫറൻസ് ആകാരം, മറ്റേ ഇമേജ് ആ ഒരു റെഫറൻസിൻ്റെ പോലെ ഈ ഒരു മാവലിനെ അങ്ങനെ കാക്കി തരാം എന്നൊക്കെ ഒരു ഇന്ത്യൻ രീതിക്കുള്ള ഒരു ഇംഗ്ലീഷിൽ ഞാൻ അതിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അയച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ക്ലാരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനൊക്കെ ഞാൻ SS അടിച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ ഇമേജിൻ്റെ ഒരു പ്രോംപ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഒരു പ്രോംപ്റ്റ് നമുക്ക് ChatGPT അയച്ചു തന്നു. എന്നിട്ട് പിന്നെ ഞാൻ ആ പ്രോംപ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇതാ എനിക്ക് ഈ ഒരു മാവേലിനെ ഈ ഒരു രജനീകാന്തിൻ്റെ ഇതാണല്ലോ ഒരു പോസ്റ്റർ. ഇതപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എനിക്കിത് ഈ ഒരു ഇതാണ് ഇപ്പോൾ ഒരു പോസ്റ്ററിൻ്റെ ഒരു മൂവിയുടെ ഒരു പോസ്റ്ററിൻ്റെ ഒരു ഇമേജ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജും ഈ ഒരു മാവേലിയുടേതും അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ രൂപത്തിൽ കിട്ടണം പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അയച്ചു തന്നതാണ് ഇത്. ഇപ്പോൾ കണ്ടോ, ഒരു കറക്റ്റ് ആ ഒരു കസാരയിൽ ഇരിക്കണ പോലെ
ഇതിലൊരു കസാരയിൽ ഇരിക്കണ പോലെ നമുക്ക് അതേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിൽ ഇപ്പോൾ നമുക്ക് ഇതിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഇമേജും പിന്നെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഒരു കൂലിയുടെ ആ ഒരു ലോഗോയുടെ അവിടെ ഒരു മൂഡ് ഓണം എന്ന് എഴുതിയ രണ്ടും വെച്ചിട്ട് നമ്മൾ ഇനി ഒരു പോസ്റ്റർ മേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയുള്ള ഇതാണ് വേണ്ടിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു മോഡലും നിങ്ങൾക്ക് വേണ്ട മാവേലി ഐക്കോൺ അയച്ചു കൊടുത്താൽ മതി. പിന്നെ അത് നമുക്ക് കറക്റ്റ് ആ രൂപത്തിൽ കിട്ടും. പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് രണ്ടും മെർജ് സെറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ പിക്സാർട്ടിലാണ്. ഇപ്പോൾ ഞാനിതവിടെ പിക്സാർട്ട് ആപ്ലിക്കേഷനിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാവേലിയുടെ ആ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവേലിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ആ ChatGPT തന്നെ ഇട്ടിട്ട് എഡിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇതേപോലെ ഇവിടെയൊക്കെ ഗ്ലാസ് ഒക്കെ വെക്കട്ടോ. അതൊന്നും വലിയൊരു കുഴപ്പമില്ല. നമുക്കൊരു എഡിറ്റ് വേണ്ട. നിങ്ങൾക്ക് എന്താ വേണ്ടിച്ചാൽ ജസ്റ്റ് അങ്ങോട്ട് പോവുക, അടിച്ചു കൊടുക്കുക, സാധനങ്ങൾ വരും. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ലിമിറ്റ് ഇപ്പോൾ 2-3 ഇമെയിലുള്ളൂ എൻ്റെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ അപ്പോൾ അതിൽ അടിച്ചിട്ട് എൻ്റെ ലിമിറ്റ് മൊത്തം കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയണം അടുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവേലിനെ മൊത്തത്തിൽ മാറ്റട്ടോ. നിങ്ങൾക്ക് കൂളിംഗ് ഗ്ലാസ് വെക്കണമെങ്കിൽ അത് വെക്കാം. കയ്യിൽ വല്ല മൈക്കേ വല്ല വടിവാളോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വെക്കട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു എന്താ പറയുക പോസ്റ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇമേജ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആഡ് ഫോട്ടോ പോയിട്ട് നമ്മുടെ ഒരു ഇമേജ് ഇതിലേക്ക് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഞാൻ സെറ്റ് ചെയ്തു. ഏകദേശം ഈ ഒരു സൈസിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ശേഷം ഷാഡോസ് പോവുക. ഷാഡോസിൽ ഞാൻ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഷാഡോസ് ഇങ്ങനെ അടിയിൽ നിന്ന് റൈറ്റിക്ക് കുറച്ച് റൈറ്റും കുറച്ച് അടിയിക്കും വരുന്ന രീതിക്കാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹൊറിസോണ്ടൽ 8, വെർട്ടിക്കൽ 5 കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് അറിയില്ല. ആ ഒരു പോസ്റ്ററിൽ നിങ്ങൾക്ക് കാണാം, ചില പോസ്റ്ററിൽ നമ്മുടെ ചങ്ങല ഉള്ളത്, ചങ്ങല രജനീകാന്തിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ ഒരു മൂവിയുടെ പോസ്റ്ററിലേക്ക് ഒരു ചങ്ങല. അപ്പോൾ ആ ഒരു ചങ്ങല നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് സ്റ്റിക്കർ പോയിട്ട് ചെയിൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ മേലെ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയിൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചെയിനുകൾ കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടിച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഈ ഒരു ചെയിനായിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതൊരു സൈഡിൽ ഞാനിത് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കുമ്പോൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെയിൻ ഇങ്ങനെ അവിടേക്ക് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കണ പോലെ വെക്കണം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു രൂപത്തിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ചെറിയൊരു കളർ വ്യത്യാസം നിങ്ങൾക്ക് തോന്നും. കറക്റ്റ് നമുക്ക് ആ മറ്റേതിലേക്ക് ബ്ലെൻഡ് ആവണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് ജസ്റ്റ് അതിൻ്റെ കളർ പോയിട്ട് സാച്ചുറേഷൻ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഹൈലൈറ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, ബ്രൈറ്റ്നസ്സും ഒന്ന് കുറച്ച് കൊടുക്കുക. ഏകദേശം നമ്മുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിലേക്ക് ഒന്ന് മാച്ച് ആവുന്ന രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. കോൺട്രാസ്റ്റ് ഞാൻ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്, ഷാഡോസും ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ മേലത്തെ അപ്ലൈ ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് മൂഡ് ഓണം എന്നുള്ളതിൻ്റെ അടിയിലേക്ക് ഞാൻ ആ ഒരു ചങ്ങലിനിട്ട് കൊടുത്തിട്ട് ആ ഒരു മൂഡ് ഓണം എന്നുള്ളത് നമുക്ക് അവിടെ കറക്റ്റ് ഫിക്സ് ആണ്. അതുകൊണ്ട് ഞാൻ അവിടെ ലോക്ക് ചെയ്തിട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ എനിക്ക് ഞാൻ വേണ്ട രീതിക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് നൈസായിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുത്തു. ശേഷം ചെറിയൊരു ബ്ലറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എഫക്റ്റിൽ ബ്ലറ് പോയിട്ട് ചെറിയൊരു ബ്ലറ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4% ബ്ലറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. എന്നിട്ട് പിന്നെ അത് കറക്റ്റ് ഏത് ഭാഗത്താണോ ഫിക്സ് നോക്കുക. അപ്പോൾ ഞാനത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വെക്കുന്നത്. ഇനി അടുത്തത് വീണ്ടും സ്റ്റിക്കർ പോയിട്ട് ഞാൻ വേറൊരു ചങ്ങലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു ചങ്ങല ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് ഫിൽ സ്ക്രീൻ ആക്കി കൊടുത്തു. കണ്ടില്ലേ. ശേഷം വീണ്ടും നൈസായിട്ടൊന്ന് ഒപ്പാസിറ്റി കുറച്ചിട്ട് എഫക്റ്റിൽ പോയിട്ട് ഒരു ബ്ലർ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 8 ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബ്ലറിൻ്റെ സ്ട്രെങ്ത്ത് കണ്ടില്ലേ. ഇപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അടുത്തത് വല്ല ഫയറിൻ്റെ എഫക്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഫയർ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫയറിൽ ഈ ഒരു എഫക്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പോയി ശേഷം സാച്ചുറേഷൻ
നൈസായിട്ടൊന്ന് കുറച്ച് കൊടുത്തു. കറക്റ്റ് നമുക്ക് അതിലേക്ക് ബ്ലെൻഡായിട്ട് കിട്ടണ്ട, അതുകൊണ്ടാണ്. ഓക്കെ, കൊടുത്തു. എന്നിട്ട് അപ്ലൈ കൊടുത്തതിന് ശേഷം നൈസായിട്ടൊന്ന് ഒപ്പാസിറ്റി ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? എന്നിട്ട് ഞാനിവിടെ ഫസ്റ്റത്തെ കൊടുത്ത ചങ്ങലയും രണ്ടാമത് കൊടുത്ത ചങ്ങലയും ലോക്ക് ചെയ്തിട്ടു. എന്നിട്ട് പിന്നെ ഈ ഒരു തീയിൻ്റെത് വേണ്ടതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് ഒപ്പാസിറ്റി കുറച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തീയിനെ ഞാൻ നേരെ ചങ്ങലയുടെ ഏറ്റവും പിന്നിക്ക് പോകണ്ട, ഓക്കെ, ഒരു ചങ്ങലയുടെ അടിയിക്ക് ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഓക്കെ, ഇപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്മോക്ക് എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്മോക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് എന്താ വേണ്ടിച്ചാൽ ഒന്നുമില്ല, സ്റ്റിക്കർ പോയിട്ട് അങ്ങോട്ട് സെർച്ച് ചെയ്താൽ സാധനം നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നിങ്ങളിങ്ങനെ ആ ഒരു കൂലിയുടെ പോസ്റ്റർ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അതിൽ എന്തൊക്കെ ഉണ്ട് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സ്മോക്ക് എഫക്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഈ ഒരു രീതിക്ക് വെച്ചു, കണ്ടില്ലേ? എന്നിട്ട് നൈസായിട്ടൊന്ന് ഒപ്പാസിറ്റി കുറച്ചു. എന്നിട്ട് ഇതിനെ നേരെ ഞാൻ അടിയിക്ക് ഇട്ട് കൊടുത്തു, നമ്മളെ ചങ്ങലയുടെ മേലെ വരുമ്പോൾ. ഓക്കെ, ടോപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ, കണ്ടില്ലേ? ഇപ്പോൾ ഈ ഒരു രീതിക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വല്ല എന്താ പറയുക, ഈ ഒരു തീ ഇങ്ങനെ കത്തുമ്പോൾ അതിൻ്റെ ഒരു കനലിങ്ങനെ ഫ്രണ്ടിൽ വരുമ്പോൾ ചെറിയൊരു തീൻ്റെ ഇങ്ങനെ ഒരു പാളലുണ്ടാവില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും സ്റ്റിക്കർ പോയിട്ട് ഫയർ അടിച്ചു കൊടുത്താൽ മതി, സാധനം ഇതിലുണ്ടാവും. ഓക്കെ, ഇത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ട രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് നമ്മൾ നേരത്തെ മറ്റേ ഇത് ചെയ്ത പോലെ തന്നെ സാച്ചുറേഷൻ ഒന്ന് കുറച്ച് കൊടുക്കുക, കണ്ടില്ലേ? എന്നിട്ടൊന്ന് ബ്രൈറ്റ്നെസ് നൈസായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക, ഹൈലൈറ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഞാൻ സാച്ചുറേഷനും കൂടി ഒന്നുകൂടെ കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു പോസ്റ്ററിൻ്റെ രീതിക്ക് ഇപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, നേരെ സ്റ്റിക്കർക്ക് പോവുക, സ്റ്റിക്കറിന് വേണ്ടത് സെർച്ച് ചെയ്തെടുക്കുക. ഇനി അതൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ PNG മോഡൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഇനി നമ്മുടെ പ്രസൻസും എന്നാണ് ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് ഞാനിവിടെ എൻ്റെ കോളേജ് പഠിക്കണ എൻ്റെ കാലത്തെ ടീമിൻ്റെ പേരായിട്ട് എഴുതുന്നത് ബാക്ക് സ്ട്രോസ് എന്നായിരുന്നു. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ ബാക്ക് സ്ട്രോസ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് കുറച്ച് കാണുന്ന രീതിക്കുള്ള സൈസ് ആവണം. ബാക്ക് സ്ട്രോസ് എന്ന് എഴുതി ശേഷം ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ കണകുണ ഫോണ്ടുകളൊന്നും നിങ്ങൾ ആഡ് ചെയ്യരുത്, കാണുമ്പോൾ ഒരു യുണീക്കായിട്ടുള്ള സാധനം ആഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊരു അടിപൊളി ഫോണ്ട് ഉണ്ട് നമ്മൾ പിക്സാർട്ടിൽ. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റ് മീ 1 എന്നുള്ള ഈ ഒരു ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സ്പൈസിങ്ങിൽ പോയിട്ട് ഇതിൻ്റെ ലൈനല്ല സ്പൈസിങ്ങിൽ പോയിട്ട് അതിലെ ക്യാരക്ടർ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ കറക്റ്റ് നമുക്ക് വേണ്ട രീതിക്ക് ആ ഒരു നെയിം ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ? ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് നിങ്ങൾക്ക് ഷാഡോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നൈസായിട്ടൊരു ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് ഒപ്പാസിറ്റി ഒന്ന് കൂട്ടിയിട്ട് ബ്ലർ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് നേരെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ നേരെ വന്നിട്ട് പ്രസൻസ് എന്നുള്ളത് അതിന് ഒന്നുകൂടി ചെറുതാവണം. എന്നിട്ട് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് പ്രസൻസ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? പ്രസൻസ് എന്ന് എഴുതി കൊടുത്തു ജസ്റ്റ് ഒന്ന് ചെറുതാക്കി സൈസ്. എന്നിട്ട് ഞാൻ കറക്റ്റ് അതിൻ്റെ അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ?
ഓക്കെ, നമ്മൾ ചെറുതാക്കുമ്പോൾ ആ ഒരു ഏതോ ഒരു ഭാഗം ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടുണ്ട്. അത് നമ്മൾ ലോക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഒന്ന് ലോക്ക് ചെയ്യണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ അലമ്പാവും. അപ്പോൾ ഞാൻ ആ ഒരു സ്മോക്ക് എഫക്റ്റാണ് ഇപ്പോൾ ഒന്ന് അങ്ങോട്ട് മാറിയത്. അപ്പോൾ ഞാൻ ലെയറിന് അല്ലാതെ ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കറക്റ്റ് ബാക്ക് സ്ട്രോസ് പ്രസൻസ് എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രസൻസിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ബാക്ക് സ്ട്രോസിൻ്റെ കളറ് നിങ്ങൾക്ക് ഈ ഒരു ലോഗോക്ക് സാദൃശ്യമാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ കളറ് ജസ്റ്റ് നമുക്കൊന്ന് ട്രയൽ അടിച്ച് നോക്കാം. ഓക്കെ, ഇത് ഷേഡോസാണ് മാറുന്നത്. കളറിൻ്റെ ഒരു ഡാർക്ക് ആകുമ്പോൾ കാണൂല. ഓക്കെ, ഈ ഒരു കളറ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ബാക്ക് സ്ട്രോസ് പ്രസൻസ് എന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത ഫോണ്ട് തന്നെ നിങ്ങൾ ആഡ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി ബോൾഡായിട്ടുള്ള ഫോണ്ട് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ പോലെ തന്നെ ആക്കണം എന്നില്ലേ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നു എന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ബാക്ക് സ്ട്രോസ് പ്രസൻസ് എന്നുള്ളത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രസൻസ് എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് അത് നേരെ അടിയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കോളേജിൻ്റെ പേര് ചെയ്ത്. അപ്പോൾ ഞാൻ ലിമെൻറ്റ് കോളേജിലാണ് പഠിച്ചിരുന്നു മക്കളെ. അപ്പോൾ ഞാനിവിടെ ലിമെൻറ്റ് കോളേജ് പട്ടാമ്പി എന്ന് എഴുതിയിട്ടുണ്ട്. ശേഷം അത് ഇതേപോലെ അടിയിലാക്കിയിട്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കുക, കണ്ടില്ലേ? എന്നിട്ട് കറക്റ്റ് ഇത് സെൻറ്ററാക്കി കൊടുക്കുക. അലൈൻമെൻറ്റ് എപ്പോഴും കറക്റ്റ് നീറ്റാക്കിയിട്ട് കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ രസം തന്നെ പോകും. ഇപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിൽ ബാക്ക് സ്ട്രോസ് പ്രസൻസ് നമ്മുടെ കോളേജ് എവിടെയാണോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ അതാ നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഇനി എഴുതാൻ പോണത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിങ്ങളുടെ ഒരു ഓണത്തിൻ്റെ സെലിബ്രേഷൻ നടക്കണതിൻ്റെ ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കലാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ പോസ്റ്ററിൻ്റെ രൂപത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പോസ്റ്ററിൻ്റെ ഈ ഒരു ഭാഗം നോക്കുക നിങ്ങൾ, ഇത് എഴുതിക്കാണ്ട് റിലീസിങ് വേൾഡ് വൈഡ് ഓഗസ്റ്റ് 14 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 14 എന്ന് എഴുതിയത് ഇത് മേലത്തെ റിലീസിങ്ങിൻ്റെ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഓഗസ്റ്റ് 14 എന്ന് എഴുതിയിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ ചെറുതാക്കിയിട്ട് മൺഡേ ട്യൂസ്ഡേ ഏതാണ് വെച്ചാൽ അത് എഴുതും. അപ്പോൾ ഞാനിവിടെ ആദ്യം സെപ്റ്റംബറാണ് എഴുതുന്നത്, SEP എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിന് സാദൃശ്യമായിട്ടുള്ള ഒരു ഫോണ്ടാണ് ഈ ഒരു കാണുന്നത്, കണ്ടില്ലേ? അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമല്ല കൊടുത്ത് വെക്കാം. ഞാൻ വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ആദ്യം നമുക്ക് ട്രൈ അടിച്ച് നോക്കാം. ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതിപ്പോഴാണ് ലൈവായിട്ട് ഉണ്ടാക്കുകയാണ്, അതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതവിടെ ജസ്റ്റ് ഒന്ന് സെപ്റ്റംബറിന് SEP എന്ന് എഴുതിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് നേരെ ഇവിടെ കൊടുന്ന് വെച്ചു. സെപ്റ്റംബർ 03 കൊടുക്കുക. എന്നിട്ട് അതും ഇതും തമ്മിൽ ഒരേ സൈസാക്കി കൊടുക്കുക. സെപ്റ്റംബർ 3 പിന്നെ ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. പിന്നെ സെപ്റ്റംബർ 3 മൺഡേ എഴുതി കൊടുക്കുക, മൺഡേ. എന്നിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ അടിയിലും ടെക്സ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് കറക്റ്റ് റെക്റ്റാങ്കിൾ പോലെ കിട്ടണം കേട്ടോ. കണ്ടോ, ഈ ഒരു റെഡ് ലൈൻ വരുന്നുണ്ടോ, ഒരു റോസ് ആയിട്ട്, അതതിൻ്റെ അലൈൻമെൻറ്റ് ലൈനാണ് കാണിക്കുന്നത്. സെപ്റ്റംബർ 3 മൺഡേ, കണ്ടില്ലേ? അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേപോലെ സൈഡിൽ വെക്കണത് ഒരു രസം തോന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറെ ഒന്ന് പറഞ്ഞുതരാം. ഇതേപോലെ സെപ്റ്റംബർ SEP സെപ്റ്റംബർ 3 എന്ന് എഴുതിയിട്ട് മൺഡേ എന്ന് എഴുതി കൊടുക്കുക ഫുള്ളായിട്ട്. എന്നിട്ട് അതിനോട് വലിച്ചിട്ട് നേരെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വെക്കാം കേട്ടോ. ഇവിടെ കറക്റ്റ് സെൻറ്ററാക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി. ഈ ഒരു ഭാഗത്ത് മറ്റേ ലിമെൻ കോളേജ് നമ്മൾ എഴുതുന്നുണ്ടല്ലോ അതിൻ്റെ അവിടെ ഇതേപോലെ വെച്ചാൽ മതി, കണ്ടില്ലേ? ഇങ്ങനെ വെച്ചാൽ മതി. നിങ്ങൾക്ക് ഫോണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫോണ്ട് തന്നെ
ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതേപോലെ സെപ്റ്റംബർ 3 നിങ്ങൾക്ക് ഇഷ്ട രൂപത്തിൽ എഴുതി കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഞാൻ എന്തായാലും ഇത് എനിക്കൊരു സുഖം തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അതാണ് കളയാണ്. എന്നിട്ട് ഞാൻ ഈ ഒരു ഡേറ്റ് ഈ ഒരു ഭാഗത്താണ് വെക്കുന്നത്, ഇവിടെ. സെപ്റ്റംബർ ഇങ്ങനെ എഴുതിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെപ്റ്റംബർ 3 എന്ന് എഴുതാം. നിങ്ങൾക്ക് 3 ലൈൻ ആകുമ്പോൾ ഒരു ബോറായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതട്ടോ, സെപ്റ്റംബർ 3 എന്ന് എഴുതിയിട്ട് അടിയിൽ മൺഡേ എന്ന് എഴുതി കൊടുക്കുക. ഇങ്ങനെ 2 ലൈൻ ആവുന്ന രീതിക്ക്. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും. കണ്ടില്ലേ? സെപ്റ്റംബർ 3 മൺഡേ. ഇനി ഷാഡോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഷാഡോസ് പോവുക, പൊസിഷന് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് ബ്ലർ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും സെറ്റ് ചെയ്ത് കൊടുക്കുക. മറ്റേ ടെക്സ്റ്റും ഇതേപോലെ ഷാഡോസ് സെലക്ട് ചെയ്തിട്ട് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് പോവുക, ബ്ലർ കൂട്ടി കൊടുക്കുക, ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അപ്ലൈ കൊടുക്കുക. സെപ്റ്റംബർ 3 മൺഡേ എന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളവിടെ. കണ്ടില്ലേ? അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ പോസ്റ്റർ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. പ്രസൻസും വന്നു, അടിയിൽ കോളേജിൻ്റെ പേരും ഡേറ്റും വന്നു. കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങളുടെ വല്ല കൊട്ട അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ പിന്നെ നിങ്ങളുടെ ഓരോ പ്രോഗ്രാംസിനനുസരിച്ച് നിങ്ങൾ ഇതിലേക്ക് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാവേലിനെ എങ്ങനെയാണ് ആ ഒരു കളർ ടൂണിലേക്ക് മാറ്റുന്നതും പിന്നെ എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. ആ ഒരു മൂഡ് ഓണമെന്നൊക്കെ സെറ്റ് ചെയ്യണതൊക്കെ നമ്മൾ ChatGPT വെച്ച് ക്രിയേറ്റ് ചെയ്ത്, പിന്നെ ആ ചങ്ങലയും ഫയറും സ്മോക്കൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുക, എങ്ങനെയാണ് സ്റ്റിക്കേഴ്സ് ഇതിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്നെ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്യട്ടോ, എനിക്കൊന്ന് കാണാനാണ് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഞാൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.